ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ ബെറ്റിസ് ബേ ആണ് കവർ ചെയ്തത്. വെസ്റ്റേൺ കേപ്പിൽ ആഫ്രിക്കൻ പെൻഗ്വിൻസിനെ കാണാൻ പറ്റിയ 2 പെൻഗ്വിൻ കോളനികളിൽ ഒന്നായ സ്റ്റോണി പോയിൻറ്റ് പെൻഗ്വിൻ കോളനിയിലേക്കാണ് നമ്മൾ വന്നത്. ജസ്റ്റ് ഒരു ക്വിക്ക് വിസിറ്റ് നടത്തി 1-2 വീഡിയോസ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞാൻ. പക്ഷേ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. അത്ര നല്ല ക്യൂട്ട് മൊമെൻറ്റ്സാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലെ മനോഹരങ്ങളായ ഒരുപാട് അട്രാക്ഷനുകളുണ്ട്. ഇതുപോലത്തെ രസകരമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും വീഡിയോസും നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് ബാക്ക് ടു ജോഹന്നസ്ബർഗിൻ്റെ ടൈം ആവാറായിട്ടുണ്ട്. ഏകദേശം ഇവിടെ നിന്നൊരു 1 മണിക്കൂറിന് മേലെ ഡ്രൈവ് ഉണ്ട് ഇനി കേപ്പ് ടൗൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഇനിയും വൈകി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ചിലപ്പോൾ മിസ്സാവും. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് R44 എന്നൊരു സിനിക് റോഡിലൂടെയാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് റൂയി എൽസ് എന്നൊരു വില്ലേജിലെത്തുമ്പോൾ ആ റൂയി എൽസ് തൊട്ട് ഗോർഡൻസ് ബേ എന്നൊരു ടൗൺ വരെ, കോസ്റ്റൽ ടൗൺ വരെയുള്ള ഒരു സ്ട്രെച്ച് ഉണ്ട്. ക്ലാരൻസ് ഡ്രൈവ് എന്നാണ് ആ സ്ട്രെച്ചിൻ്റെ പേര്. അത് ഭയങ്കര രസമുള്ളൊരു ഡ്രൈവാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ ഒരു ടേൺ കഴിഞ്ഞാൽ നമ്മൾ റൂയിൽസ് വില്ലേജിലെത്തും. അവിടെ നിന്നാണ് ക്ലാരൻസ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്ലാരൻസ് ഡ്രൈവ് ഒരു കോസ്റ്റൽ ഡ്രൈവാണ്. അതായത് ഒരു ഭാഗത്ത് കടലാണ്, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറുഭാഗത്ത് മലനിരകളും കൂടിയാണ്. അങ്ങനെ മലനിരകളുടെയും കടലിൻ്റെയും ഇടയിലൂടെയുള്ള റോഡ് നല്ല അടിപൊളി സിനിക് റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ എവിടെ വണ്ടി നിർത്തിയാലും നിങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഏകദേശം ഒരു 22 കിലോമീറ്റർ നീളമുള്ള ഒരു സിനിക് റൂട്ടാണ് ഈ ക്ലാരൻസ് ഡ്രൈവ്. വെസ്റ്റേൺ കേപ്പിലെ തന്നെ മറ്റൊരു സിനിക് ഡ്രൈവായ ചാപ്മാൻസ് പീക്ക് ഡ്രൈവിനോട് സാമ്യമുള്ള ഒരു റൂട്ടാണ് ഈ ക്ലാരൻസ് ഡ്രൈവ്. ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് വ്യൂസ് എൻജോയ് ചെയ്യാനുള്ള സ്പോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ചില സ്പോട്ടുകളിൽ കോഫി ഷോപ്പുകളുണ്ട്. അവിടെ നമുക്ക് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ വ്യൂസ് എൻജോയ് ചെയ്തിരിക്കാവുന്നതാണ്. ഞാനിതാ 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇരിക്കുകയാണിപ്പോൾ. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. മാത്രമല്ല നമുക്ക് ലേറ്റ് ആവാതെ എയർപോർട്ടിൽ എത്തേണ്ട ആവശ്യം കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് പതുക്കെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് കാലത്ത് റൂയിൽസിലേക്കുള്ള സാധനങ്ങൾ കപ്പലിലൂടെ കൊണ്ടുവന്ന് ഈ മലനിരകളിലൂടെയുള്ള പാതയിലൂടെ ആളുകൾ ചുമന്നാണ് എത്തിച്ചിരുന്നത്. അന്ന് കാലത്ത് ഹാങ് ക്ലിപ്പിലും അതുപോലെ ബെറ്റിസ് ബേയിലും പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യവസായി ജെറാൾഡ് ജാക്ക് ക്ലാരൻസ് ഈ പ്രദേശത്തിലൂടെ ഒരു റോഡ് നിർമ്മിക്കണമെന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ 1940 ആരംഭിച്ച ഈ റോഡിൻ്റെ നിർമ്മാണം 2ാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റാലിയൻ യുദ്ധ തടവുകാരാണ് പൂർത്തിയാക്കിയത്. വളരെ മനോഹരമായ ഒരുപാട് വ്യൂ പോയിൻറ്റ്സുകളുടെ കൂടെ തന്നെ അപകടകരമായ വളവുകളും കൂടിയുള്ള ഒരു റോഡാണിത്. നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗൺ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രൈവാണ് ഈ ക്ലാരൻസ് ഡ്രൈവ്. നിങ്ങൾക്ക് എന്തായാലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവാണിത്.
കണ്ടോ എന്താ രസമല്ലേ ഈ റോഡ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കേപ്പ് ടൗൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി നമ്മുടെ കാറൊക്കെ റിട്ടേൺ ചെയ്തു. ഇനി നമുക്കിവിടെ എയർപോർട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ ഒരുപാട് രസകരമായ ഷോപ്പുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഇങ്ങനെ ഒരു ബുക്ക് ഷോപ്പൊക്കെ ഉണ്ട്. നമുക്കിതാ ഈ കാണുന്ന ഷോപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ഷോപ്പിൽ. ഇവിടെ ഇങ്ങനെ കുറേ വൈനുകളും അതുപോലെ മറ്റ് ഹാർഡ് ലിക്കേഴ്സൊക്കെ ഉണ്ട്. ആഫ്രിക്കയുടെ വൈൻ ക്യാപിറ്റലാണ് ഈ കേപ്പ് ടൗൺ. ലോക പ്രശസ്തമായ ഒരുപാട് വൈനുകളുള്ള ഏരിയയാണ് ഈ കേപ്പ് ടൗൺ. കേപ്പ് ടൗണിലെ സ്റ്റെല്ലംബോഷ് എന്ന ടൗണിൽ തന്നെ മോർ ദാൻ 200 വൈൻ എസ്റ്റേറ്റുകളാണുള്ളത്. ഇതുപോലെ ഒരുപാട് വൈൻ എസ്റ്റേറ്റുകളുള്ള ഒരു സ്ഥലമാണ് ഈ കേപ്പ് ടൗൺ. അതിൻ്റെ വീഡിയോസ് നമ്മൾ വേറൊരു എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറാണ് ഫ്ലൈറ്റ് ടൈം ഉള്ളത് ബാക്ക് ടു ജോഹന്നസ്ബർഗ്. അവിടെ നിന്ന് പിന്നെ നമുക്കൊരു 4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ബോട്സ്വാനയിലേക്ക്. മറ്റൊരു ലൊക്കേഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.